ഹലോ നമസ്കാരം. യുവർ ഫ്രണ്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ ചാനലിൽ ടെക്നിക്കൽ ഡയറീസ് എന്ന് പറയുന്ന ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് ടെക്നിക്കലായിട്ടുള്ള കണ്ടൻറ്റും എല്ലാവർക്കും ഒരു കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ്. നമ്മൾ എല്ലാവരും കോൺക്രീറ്റ് കണ്ടിട്ടുള്ളതാണ്. സോ കോൺക്രീറ്റിനെ പറ്റി നമുക്ക് കൂടുതൽ അറിഞ്ഞാലോ? സോ കോൺക്രീറ്റിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിമെൻറ്റ്, സാൻഡ്, മെറ്റല്, പിന്നെ വാട്ടർ, ഇത്രയും സാധനങ്ങളാണ് കോൺക്രീറ്റിനുള്ളിലുള്ളത്. അപ്പം നമ്മളത് പല അളവിലും ഇടും. അപ്പം നമുക്ക് വേണ്ട സ്ട്രെങ്ത് എത്രയാണോ, അതായത് നമുക്ക് കോൺക്രീറ്റിന് ഓരോ സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ഗ്രേഡ് ഉണ്ട്. അപ്പം അതെത്രയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഓരോ അളവിൽ നമ്മൾ ഇടുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് സിമെൻറ്റും കോൺക്രീറ്റും ഒന്നാണോ എന്ന്. ഒരിക്കലും അല്ല. കോൺക്രീറ്റിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് സിമെൻറ്റും കോൺക്രീറ്റും എൻറ്റയർലി വേറെ മെറ്റീരിയലാണ്. അപ്പോൾ സിമെൻറ്റാണ് നമുക്ക് ഇതിനകത്ത് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ, അതായത് ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു മെറ്റീരിയലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യും. അപ്പം മിക്സ് ചെയ്യുന്നതിന് തന്നെ പല ടൈപ്സ് ഉണ്ട്. നമുക്ക് മാനുവലി മിക്സ് ചെയ്യാം, അതായത് ഹാൻഡ് വെച്ച് മിക്സ് ചെയ്യാം. അതല്ലാണ്ട് മെഷീൻ വെച്ച് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റിൽ പോയി മിക്സ് ചെയ്യും. എന്നിട്ട് അത് നമുക്ക് വെഹിക്കിൾസിൽ നമുക്ക് കോൺക്രീറ്റ് സൈറ്റിലോട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും. സോ നമ്മൾ കോൺക്രീറ്റ് എടുക്കുന്നത് എപ്പോഴും M³ എന്ന് പറയുന്ന അളവിലാണ്. ഓക്കെ, അപ്പം നമ്മൾ യൂഷ്വലി ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ഹാൻഡ് മിക്സ് ചെയ്യും. കുറച്ചും കൂടെ വലിയ ക്വാണ്ടിറ്റി, അതായത് കോളം അല്ലെങ്കിൽ വീടിൻ്റെ വാർക്കൊക്കെ ആകുമ്പോൾ നമ്മൾ മെഷീൻ മിക്സ് ചെയ്യും. പിന്നെ അതല്ല, നമുക്ക് ഇച്ചിരി കൂടുതൽ കോൺക്രീറ്റ് ആണുള്ളപ്പം, അതായത് ഒരു 20 M³ മേളിലോട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ളപ്പോൾ നമ്മൾ റെഡി മിക്സ് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കോൺക്രീറ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കാസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഈ ഫിഗേഴ്സിൽ കാണിച്ചേക്കുന്നത് പോലെ തന്നെ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഏത് ഷേപ്പാണെങ്കിലും നമുക്ക് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മൾ പലയിടത്തും സീറ്റ് വരെ കണ്ടിട്ടില്ലേ, ഇപ്പം നമ്മൾ എസ്തെറ്റിക് ആയിട്ട് സീറ്റ്സ് ഒക്കെ കാണുന്നില്ലേ, അതെല്ലാം നമ്മൾ കോൺക്രീറ്റിൽ കാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഡാംസൊക്കെ നമ്മൾ കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം അത് അത്രയും ഡ്യൂറബിളും സ്ട്രോങ്ങും ആയതുകൊണ്ടാണ് നമ്മളതിൽ കാസ്റ്റ് ചെയ്ത് അത് ഇത്രയും നാൾ നിൽക്കുന്നത് എന്നാണ്. പിന്നെ കോൺക്രീറ്റിനെ പറ്റി വേറൊരു ഫാക്റ്റും കൂടെ ഷെയർ ചെയ്യട്ടെ. നമ്മുടെ വാട്ടർ കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് കോൺക്രീറ്റ് ആണ്. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയാണ് അതിന് ലൈറ്റ് വെയിറ്റ് ആക്കുന്നത്, കുറച്ചും കൂടെ എക്കണോമിക്കലാക്കുന്നത്, അതുപോലെ പുതിയ മെറ്റീരിയൽസ് ആഡ് ചെയ്ത് എങ്ങനെ കോൺക്രീറ്റിനെ മോഡേൺ ടെക്നോളജിയിലോട്ട് ആക്കാം എന്ന് റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺക്രീറ്റിനെ പറ്റി ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.